സാറേ, ഈ മണിപ്പൂർ പ്രശ്നം കുറേ കാലമായിട്ട് തുടങ്ങി. അതൊരു പരിഹാരമില്ലാതെ അങ്ങനെ കരകാണാത്ത തീക്കടൽ എന്നൊക്കെ ചിലർ പറയുന്ന പോലെ അതിനൊരു പരിഹാരമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീരൻ സിംഗ് ആണെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഇതിനെപ്പറ്റി കാര്യമായിട്ട് ഉരിയാടാറേയില്ല. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹം എന്തോ മനംമാറ്റം വന്ന പോലെ മാപ്പ് പറയുകയും അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മാപ്പ് പറച്ചിൽ ജെനുവിനാണോ, ഒരു യഥാർത്ഥ സ്വഭാവമുള്ളതാണോ? അത് മാപ്പ് പറഞ്ഞു എന്നുള്ളത് ആളുകൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. കുറഞ്ഞ വർഷം കേരളത്തിലെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റിനാണോ ബീരൻ സിംഗ് മാപ്പ് പറഞ്ഞത്? സാധാരണ ഒരു തെറ്റിന്, ഒരു കുറ്റത്തിന് ഒക്കെയാണ് മാപ്പ് പറയുന്നത്. അതല്ലാതെയും മാപ്പ് പറയുന്ന ആൾക്കാരുണ്ട്. കുറേ വർഷം മുമ്പ് 90കളിലാണ് നമ്മളെ ലേഡി ഗോദ്രേജ് അവരുടെ വീട്ടിൽ ഒരു പാർട്ടി ബർത്ത്ഡേ ഓർ സംതിങ്, അപ്പോൾ അതിൽ പൊളിറ്റിക്കൽ ഹെവി വെയ്റ്റ്സ് എല്ലാം ഉണ്ട്. ആൻഡ് ഡ്രിങ്ക്സ് വെയർ ഓൾസോ സെർവ്ഡ്. നമ്മളുടെ മണിശങ്കർ അയ്യർ ഇൻടോക്സിക്കേറ്റഡ്, ഇനെബ്രിയേറ്റഡ് കണ്ടീഷനിൽ അമർ സിംഗിനോട് സംസാരിക്കുന്നു. ആ സംസാരിച്ച കാര്യമൊക്കെ പത്രത്തിൽ വന്നതാണ്. ഞാനത് മോശമാണ്, അല്പം അശ്ലീലവുമാണ്, അതുകൊണ്ട് പറയുന്നില്ല. അതിന് മറുപടിയായിട്ട് അമർ സിംഗ് കൈ ചുരുട്ടി ഒറ്റ ഇടി വെച്ചു കൊടുത്തു. മൂക്കിനാണ് മണിശങ്കർ അയ്യർ. ഈ കള്ളു കുടിച്ചൊരു വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഇടി കൊടുത്തതല്ലേ? അതെ. അത് പക്ഷേ ഞാനന്ന് ഈ ന്യൂസ് വായിച്ചു പത്രത്തിൽ. പക്ഷേ ഇദ്ദേഹം ഇനെബ്രിയേറ്റഡ് ആയിരുന്നു, ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു എന്ന് ആ വാർത്തയിൽ അന്ന് കണ്ടില്ലായിരുന്നു ഞാൻ. അല്ല, അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് ഗ്രേപ്പ് വൈൻ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് എഴുതുമല്ലോ ചിലരൊക്കെ. അവരെ പേരെഴുതില്ല. പലപ്പോഴും ഖുശ്വന്ത് സിംഗ് തന്നെ സ്വന്തം പേര് മാറ്റി വേറൊരു പേര് ഇതുപോലത്തെ കാര്യങ്ങൾ എഴുതുമ്പോൾ അപ്പം അതിൽ വന്നിരുന്നു. എന്താ പറഞ്ഞതെന്ന് നോക്കി എനിക്കറിയാം. ഈ പോട്ടെ, അതിൽ മോശം. അപ്പോൾ ഇതിൽ ദേഷ്യം വന്നിട്ടാണ് അമർ സിംഗ് പഞ്ച് ചെയ്തു, മൂക്കിന് ഇടിച്ചു. അത് വല്ലാത്ത ഷോക്കായി എല്ലാവരും, ഇങ്ങനൊരു സംഭവം. പക്ഷേ ഇയാളുടെ ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിലെ ഇൻസൾട്ട്, അശ്ലീലം അതിഭീകരമായിരുന്നു. ആരായാലും ഇടിക്കാൻ തോന്നും ആ രീതിയിൽ. ബട്ട് ശരി, പാർട്ടിയൊക്കെ വൈൻഡപ്പ് ചെയ്ത് എല്ലാവരും വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ഗോദ്രേജിൻ്റെ വക സോറി എന്നെഴുതിയ ഒരു കാർഡ്, ഒരു ചുവന്ന പനിനീർപ്പൂവ്, ഇത് എല്ലാ ഗസ്റ്റിൻ്റെയും വീട്ടിലെത്തി. ലേഡി ഗോദ്രേജാണ് സോറി പറയുന്നത്. ഫോർ വാട്ട്? അവരൊന്നും ചെയ്തിട്ടില്ല. അവരുടെ വീട്ടിലായിരുന്നു ഈ പാർട്ടി എന്നുള്ളതല്ലാതെ ലേഡി ഗോദ്രേജിന് ഇതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ഇറ്റ് വാസ് എ പ്രൈവറ്റ് ബ്രോൾ ബിറ്റ്വീൻ മണിശങ്കർ അയ്യർ ആൻഡ് അമർ സിംഗ്. ബട്ട് ഷീ സെഡ് സോറി. വൈ? ബിക്കോസ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉള്ള ഒരു പാർട്ടിയിൽ ഇങ്ങനെ ഒരു അൺടുവേർഡ് ഇൻസിഡൻറ്റ് ഉണ്ടായത്, അത് നിങ്ങൾക്കും അസൗകര്യം ഉണ്ടായി, മൊത്തത്തിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഐ എം സോറി. ഇത് സിവിലൈസ്ഡായ ഒരു സോറിയാണ്. നോട്ട് ബിക്കോസ് ഷീ ഈസ് ഇൻ നോ വേ കണക്റ്റഡ് വിത്ത് ദാറ്റ് ഇൻസിഡൻറ്റ്, ബട്ട് ദെൻ ഇറ്റ് ഹാപ്പൻഡ് ഇൻസൈഡ് ഹർ. അവരുടെ വീട്ടിലെ ലോണിലോ മറ്റാണ് ഈ പാർട്ടി നടന്നത്. സീ ഹർ സിവിലൈസ്ഡ് ബിഹേവിയർ. ഇതാണ് ബീരൻ സിംഗ് ചെയ്തത്. ടുവേഴ്സ് ദ എൻഡ് ഓഫ് 2024. 2024 അവസാനിക്കാൻ പോകുന്നു. 2025 പുതിയൊരു വർഷമായിട്ട് നമുക്ക് തുടങ്ങാം. വാട്ട് എവർ ഹാപ്പൻഡ്, ആരെ തല്ലി, വെടിവെച്ചു, കൊന്നു, പിടിച്ചു ഒക്കെ ആണെങ്കിലും ഞാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. ലൈക്ക് ഗോദ്രേജിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ആരെന്ത് ചെയ്തു, എത്ര കള്ളു കുടിച്ചു, എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. എൻ്റെ വീട്ടിൽ വെച്ചാണ്, എൻ്റെ കോമ്പൗണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഐ എം സോറി. പക്ഷേ ഇതാണ് പലരും ബീരൻ സിംഗിനും അതറിയാം. ബീരൻ സിംഗിന് അറിയാം ഇറ്റ് വിൽ ബി പൊളിറ്റിക്കലി യൂസ്ഡ്. ബട്ട് ദെൻ ലെറ്റ് ദം യൂസ് ഇറ്റ്. ബട്ട് സ്റ്റിൽ ഒരു മുഖ്യമന്ത്രി എല്ലാ ഉത്തരവാദിത്വവും, ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്തൊക്കെ നല്ലതും ചീത്തയും നടന്നോ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. അത് ഈ ഇയർ എൻഡിൽ ഞാൻ ഏറ്റെടുക്കുന്നു. ഐ എം സോറി, ഞാൻ മാപ്പ് പറയുന്നു.
വാട്ട് എവർ ബാഡ് തിങ്സ് ഹാവ് ഹാപ്പൻഡ്, ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഐ എം സോറി. ഇത് ഇന്ന ക്രിമിനൽ കുറ്റം ഏറ്റെടുക്കുകയോ മറ്റേ ആളെ കുത്തിയത് ഞാനാണ്, ഇന്ന ആളെ വെടിവെച്ചത് ഞാനാണ് എന്നുള്ളതല്ല. അതൊരു എത്തിക്കൽ തലത്തിലുള്ള, ഒരു ധാർമ്മിക തലത്തിലുള്ള മാപ്പ് പറച്ചിലാണ്. അത് ദാറ്റ് വിൽ ടച്ച് ദ ഹാർട്ട്സ് ഓഫ് മണിപ്പൂർ പീപ്പിൾ. കേരളത്തിൽ നമ്മൾ ഓൾറെഡി ബീരൻ സിംഗിനെ വില്ലനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സോ അങ്ങേര് നമ്മുടെ ശത്രുവാണ്. അങ്ങേര് എന്ത് ചെയ്ത് ബീരൻ സിംഗ് മാപ്പ് പറഞ്ഞാൽ പോരെ, പ്രധാനമന്ത്രി മാപ്പ് പറയണം. പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞാൽ തീരുവോ? ഇത് ഇല്ല. പ്രധാനമന്ത്രി രാജിവെക്കണം. രാജിവെച്ചാൽ തീരുവോ? ഇല്ല. എന്നെ പ്രധാനമന്ത്രിയാക്കണം, അപ്പോഴേ ഇത് തീരുവുള്ളൂ. ഈ രീതിയിൽ അത് പോകും. ശരി, അത് പൊക്കോട്ടെ. ഇറ്റ്സ് യൂഷ്വൽ തിങ് പൊളിറ്റിക്സിൽ. ഒരാൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, അയാൾ തൂക്കിലിടണമെന്ന് പറഞ്ഞാൽ അടുത്ത ഡിമാൻഡ് വരും. ബട്ട് ബീരൻ സിംഗ് ബീയിങ് എ സിവിലൈസ്ഡ് മാൻ ആൻഡ് വൈ ഹി ചോസ് ദിസ് ടൈം. 2024 അവസാനിക്കുന്നു, 2025 തുടങ്ങുന്നു, പുതുവർഷം തുടങ്ങുകയല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഐ എം സോറി, കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. പുതുവർഷം നല്ല രീതിയിൽ ആരംഭിക്കാം. സാധാരണഗതിയിൽ സാറുണ്ടല്ലോ, ഈ ഒരു മനുഷ്യൻ ഉത്തരവാദിത്വം ഏറ്റുകഴിഞ്ഞാൽ തന്നെ പലർക്കും പകുതി ആശ്വാസമാണ്. നമ്മൾ ഒരു ബ്ലെയിം ഏറ്റെടുക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ തള്ളിക്കളയുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ ദേഷ്യം വരുന്നത്. ഇത് ചെയ്തതും പോരാ, പിന്നെ അവൻ ഇപ്പോഴും സമ്മതിക്കുന്നില്ലല്ലോ അവൻ, ഇങ്ങനെയൊക്കെ തോന്നുന്നു. അങ്ങനെ തോന്നുന്ന കോംപ്ലക്സ് ഉള്ളവരെ സമാധാനിപ്പിക്കാൻ ഏറ്റവും നല്ലത്, വെദർ യു ആർ റെസ്പോൺസിബിൾ ഓർ നോട്ട്, ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സേ സോറി സോ ദാറ്റ് ദ ഇഷ്യൂ ഈസ് കിൽഡ്. പക്ഷേ വിമർശകർ പറയുന്നത് അദ്ദേഹം മെയ്ത്തീസിനോട് കുറച്ച് പക്ഷം ചേർന്നു എന്നുള്ളൊരു വാദം. ചേരാതിരിക്കാൻ പറ്റുമോ? സാർ ആലോചിച്ച് നോക്കുന്നു, വാട്ട് വാസ് ദ ഇഷ്യൂ? ബേസിക് ഇഷ്യൂ എന്തായിരുന്നു? ഹൈക്കോടതി പറഞ്ഞു മെയ്ത്തീസിനും സംവരണം കൊടുക്കുന്ന കാര്യം പരിഗണിക്കണം. ദെയർ ആപ്ലിക്കേഷൻ ഈസ് പെൻഡിങ് ബിഫോർ ദ ഗവൺമെൻറ് സിൻസ് 10 years. പ്ലീസ് കൺസിഡർ ദാറ്റ്. ഇതാണ് ഹൈക്കോടതി പറഞ്ഞത്. കൺസിഡർ ചെയ്യുന്നേ പറഞ്ഞുള്ളൂ, അവർക്ക് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഗവൺമെൻറ് കൺസിഡർ ചെയ്തിട്ടില്ല. ഈ വിധി വന്ന പാടെ കുക്കി സ്റ്റാർട്ടഡ് അറ്റാക്കിങ് മെയ്ത്തീസ്. വൈ? എനിക്ക് 10% റിസർവേഷനുണ്ട്. സാറിനും റിസർവേഷൻ തരാൻ ആലോചിക്കണം കേട്ടോ. സാറിൻ്റെ തോമസ് സാറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ 10 വർഷമായിട്ട് കിടക്കുന്നു, അതൊന്ന് നോക്ക്, എന്നിട്ട് യുക്തമായ തീരുമാനമെടുത്തു. ഇതാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഞാൻ സാറിന് തല്ലാൻ ഇറങ്ങിയിരിക്കുക. സോ ഡെഫിനറ്റ്ലി ഒരു സർക്കാരിന് സാറിനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. മാത്രമല്ല, സർക്കാർ ഇത് ഡിവിഷൻ ബെഞ്ചിൽ പോയി, ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തില്ല. സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല. കാര്യം അവർ പറയുന്നത്, ഒരു റെപ്രസെൻറ്റേഷൻ കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നത് എങ്ങനെയാണ് സ്റ്റേ ചെയ്യുക? സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരുന്ന അർത്ഥം എന്താ? നിങ്ങൾ കൺസിഡർ ചെയ്യരുതെന്നാണ്. അതിനർത്ഥം മെയ്ത്തിക്ക് സംവരണം കൊടുക്കരുതെന്നാണ്. അത് കോടതിക്ക് പറയാൻ പറ്റില്ല, കാരണം ദർ ഈസ് നോ സ്റ്റഡി, നത്തിങ്. വി ക്യാൻ ഓൺലി സേ ദാറ്റ് ദേ ഹാവ് ബീൻ അപ്ലൈയിങ് ഫോർ ദിസ്. 10 വർഷമായി അവരുടെ ആപ്ലിക്കേഷൻ കിടക്കുന്നു. അങ്ങനെയാണ് ഒരു കോടതിയിൽ വരുന്നത്. ഞങ്ങൾ ഒരു തീരുമാനം പറയുന്നില്ല, അതുകൊണ്ട് കോടതി ഇടപെടണം. കോടതി പറഞ്ഞു ഞങ്ങൾക്ക് സംവരണത്തിൽ ഇടപെടാൻ പറ്റില്ല, ഇന്നയാൾക്ക് കൊടുക്കുക, ഇന്നയാൾക്ക് കൊടുക്കരുത്, ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങളത് പഠിച്ചിട്ടില്ല. വി ഡോണ്ട് ഹാവ് എനി ഫീഡ്ബാക്ക്. കാരണം ഇതൊരു ലീഗൽ ഇഷ്യൂ അല്ല, സോഷ്യൽ ഇഷ്യൂ ആണ്. only thing what we can do is we will request the government to consider your application appropriately. This is what was done. പക്ഷേ കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പം മണിപ്പൂർ എന്നാണ് പറയാറ്. മാത്രമല്ല, കേരളത്തിൽ നിന്ന് സമദാനി, തങ്ങൾ, ജെയ്സി തോമസ്, ബ്രിട്ടാസ് മുതലായ VIPs ഒക്കെ അങ്ങോട്ട് യാത്ര നടത്തുകയും ചെയ്തു. സ്വാഭാവികമല്ലേ? സ്വാഭാവികമാണ്. ഇവർ വിചാരിക്കുന്നത് മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ കാണിച്ച് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തി അവരെ കൂടെ നിർത്താം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മണിപ്പൂർ ക്രിസ്ത്യൻസ് ആർ നോ വേ കണക്റ്റഡ് വിത്ത് കേരള ക്രിസ്ത്യൻസ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ബിഷപ്പോ ആർച്ച് ബിഷപ്പോ ഒക്കെ മണിപ്പൂരിൽ പോകാത്തത്? അവിടെ കഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ ബിഷപ്പ് അവിടെ പോയി കഴിഞ്ഞാൽ താൻ ആരോടൊന്നും ചോദിക്കുന്നത്? ദേ ആർ എ ഡിഫറെൻറ്റ് സെക്ട് ഓൾ ടുഗദർ ഓഫ് എവറിതിങ്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹൗ ദിസ് മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ് ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളാവാൻ കാര്യം എന്താ? ബംഗാളിൽ മുസ്ലിം ഭൂരിപക്ഷമില്ല, ക്രിസ്ത്യൻ. ബംഗാളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഇല്ല. ഭൂരിപക്ഷം പോയിട്ട് സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷൻ ഇല്ല. ഒറീസയിലില്ല. എങ്ങനെയാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതും
ഈ പറഞ്ഞ ചെറിയ സ്റ്റേറ്റുകളിൽ ഉണ്ടായത്. അവിടെ കൺവേർഷൻ ദാറ്റ് വാസ് എ ക്ലവർ ഓപ്പറേഷൻ. ആ ഏരിയ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ കൺവേർഷൻ നടത്തി. അവരിപ്പോഴും ഈ പറഞ്ഞ ട്രഡീഷണൽ ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനി അല്ല അവിടുത്തെ കുക്കി, അവിടുത്തെ മെയ്ത്തിയിലും ക്രിസ്ത്യാനികളുണ്ട്. ബാപ്റ്റിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള എൻറ്റയർലി ഡിഫറെൻറ്റ് സിസ്റ്റം, ഡിഫറെൻറ്റ് കൾച്ചർ, എവരിതിങ്. അവർക്ക് അവരുടെ ഗോത്രമാണ് വലുത്. അത് കഴിഞ്ഞേ ഉള്ളൂ ഈ പറഞ്ഞ മതം ഒക്കെ വരുന്നു. അല്ല, എനിവേ ബേസിക്കലി ട്രൈബൽ പ്രോബ്ലം ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലം വരുന്നുള്ളൂ. അതും സംവരണത്തിൻ്റെ പ്രോബ്ലം. അതിനകത്ത് ഈ മയക്കുമരുന്ന് ശക്തികളുടെ ഇടപെടൽ. ഈ ബീരൻ സിംഗ് കാണിച്ച ഒരു മഹാപാപം, ഒരുപക്ഷെ ഈ കലാപം അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യാൻ ഏറ്റവും പറ്റിയ മാർഗം ഒരു 12,000 സ്ഥലത്തെ പോപ്പി കൾട്ടിവേഷൻ ഇങ്ങനെ തീ വെച്ച് നശിപ്പിച്ചു. ഇത് അവർക്ക് താങ്ങാൻ പറ്റില്ല, അവിടുത്തെ ഡ്രഗ് ലോബിക്ക് താങ്ങാൻ പറ്റില്ല, എന്നാൽ നിന്നെ ഉരുട്ടിയിട്ടിട്ട് ബാക്കി കാര്യം. അപ്പം ചൈനയ്ക്ക് അതിൽ താല്പര്യമുണ്ട്, ബർമ്മയ്ക്ക് അതിൽ താല്പര്യമുണ്ട്. ഡ്രഗ് ട്രേഡ് എല്ലാവരും നടത്തുന്നതാണില്ല. അതിൻ്റെ ബെനിഫിഷ്യറീസും ഉണ്ട്, അതിൻ്റെ വിക്ടിംസും ഉണ്ട്. സോ അത് വീണ്ടും തീ പിടിച്ചു. അവർക്ക് പൈസ കൊടുക്കാൻ ആളുണ്ട്, ആയുധം കൊടുക്കാൻ ആളുണ്ട്. നമ്മളുടെ ആണെങ്കിൽ ബർമീസ് അതിർത്തി അറൗണ്ട് ഒരു 252 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ഫെൻസിങ് ഒന്നുമില്ല. മാത്രമല്ല ഈ നമ്മുടെ അതിർത്തിക്ക് അപ്പുറവും കുക്കികളുമുണ്ട്, മെയ്ത്തികളുമുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ സംസ്ഥാന വിഭജനം പോലെയാണ് അന്ന് നടന്ന ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള വിഭജനം. നമ്മൾ സംസ്ഥാന വിഭജനം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പാലക്കാട് കുറേ മലയാളികൾ കോയമ്പത്തൂർ ഭാഗത്തുമായി പോയി, കുറേ തമിഴന്മാർ പാലക്കാടുമായി പോയി. പിന്നെ നമ്മൾ തമ്മിൽ വഴക്കില്ലാത്തതുകൊണ്ട് സന്തോഷമായിട്ട് പോകുന്നു. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അമരവിള ചെക്ക് പോസ്റ്റിനവിടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് തമിഴ്നാടാണ്, പക്ഷേ ആൾ ശുദ്ധ മലയാളിയാണ്. ജോലി വരെ കേരളത്തിലാണ്. സന്ധ്യയാകുമ്പോൾ തമിഴ്നാട് പോകും. കാരണം 2 കിലോമീറ്റർ ക്രോസ് ചെയ്താൽ ബോർഡർ ക്രോസായി. ഇതേ പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ ഈ മ്യാൻമറിലുള്ള കുക്കിയും മെയ്ത്തിയും വെറുതെ ഇരിക്കുക. അവരുടെ ആൾക്കാർ തല്ലുന്നു, കൊല്ലുന്നു. അവർ ഈ അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് വരും. ഇപ്പുറത്തേക്ക് വരുന്നവരെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? കാരണം ഇപ്പുറത്ത് അവരെ സ്വീകരിക്കാനാളുണ്ട്. ഇങ്ങനെ ഈ ഇഷ്യൂ കോംപ്ലിക്കേറ്റഡായി. കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നതും ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നതൊക്കെ കുക്കീസിനാണെന്നും പറഞ്ഞ് അങ്ങനെ കേൾക്കുന്നതിൽ എന്താണ് സത്യം? ഞാനതിൻ്റെ കണക്കൊന്നും എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു കത്തോലിക്കനായ ജോർജ് കള്ളിവയലിൽ, ദീപികയുടെ ഡൽഹി ബ്യൂറോ ചീഫാണ്, ഐ തിങ്ക് എഡിറ്ററും കൂടെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, മണിപ്പൂർ FIR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തെ ആദ്യം ആഘോഷിച്ചെങ്കിലും പിന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. ആള് കത്തോലിക്കനാണ്. പുള്ളി അതിലെഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ പെർസിക്യൂഷനൊന്നും അല്ല ഇതിനകത്ത്, ഇഷ്യൂ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. മണിപ്പൂർ FIR എന്നാണ് അതിൻ്റെ പേര്. സോ അത് അവിടെ പോയിട്ട് അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്, ഫ്രം എ ജേർണലിസ്റ്റ് ആംഗിൾ. അപ്പോൾ അതിന് ഒരുപാട് റിസർച്ചൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയ പുസ്തകമാണ് കേട്ടോ. സോ ഫാക്റ്റ് അറിയാവുന്നവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇത് കേരളത്തിൽ വലുതായിട്ട് ക്ലിക്കാവാത്തത്. ഇത് ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കൊക്കെ അറിയാം, സാധാരണ ക്രിസ്ത്യാനികൾക്കും അറിയാം. ഈ പറഞ്ഞ നമ്മളുടെ ഇവിടുത്തെ ക്രിസ്ത്യാനി അല്ല അവിടുത്തെ ക്രിസ്ത്യാനി എന്നും, ഇതിൻ്റെ റൂട്ട് കോസ് മതമൊന്നും അല്ലെന്നും, അവർ തമ്മിലുള്ള ട്രൈബൽ വാർഫെയറിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ നോർത്ത് ഈസ്റ്റിന് ഇങ്ങനെ ഒരു ട്രൈബൽ വാർഫെയറിൻ്റെ ഒരു ട്രഡീഷനും കൾച്ചറും ഹിസ്റ്ററിയൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. പിന്നെ നാഗയുണ്ട്, ഇതിനേക്കാളൊക്കെ വലിയ ആൾക്കാരാണ് അവർ. ഫിസോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഒരു പ്രാവശ്യം ആർമിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എയർഫോഴ്സിന് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നാഗാലാൻഡിൽ. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് അത് പാസ്സായത് 1956 ജവഹർലാൽ നെഹ്റു പാസ്സാക്കിയ ആക്റ്റാണ്. ദാറ്റ് ആക്ട് വാസ് മെൻ ഫോർ ദീസ് ഏരിയ. അന്നിത് ഇതാണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി, നേഫ. സാറിന് ഓർമ്മയുണ്ട്? അന്ന് ഈ നാഗാലാൻഡ്, മേഘാലയ ഈ പേരുകളൊന്നുമില്ല, എല്ലാം ചേർത്തിട്ട് നേഫ എന്നാണ്. ഇപ്പുറത്ത് ലഡാക്ക്, അപ്പുറത്ത് നേഫ, എങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് 62 യുദ്ധകാലത്തൊക്കെ സാറിന് ഓർമ്മയുണ്ട്. നേഫയിലും ലഡാക്കിലും എന്നാണ് പറയാറുള്ളത്. അല്ലാതെ അരുണാചൽ പ്രദേശ് അതൊക്കെ പിന്നീട് വന്നതാണ്, അരുണാചൽ പ്രദേശ് എന്നുള്ള പേരും സംസ്ഥാനവും ഒക്കെ. സോ ഹിസ്റ്റോറിക്കലി അവിടെയുള്ളവർ ഒരു വയലൻ്റ് സ്വഭാവമുള്ളവരാണ്. അങ്ങനെയാണ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് കൊണ്ടുവരികയും അത് ചില സ്ഥലത്ത് അപ്ലൈ ചെയ്യും, ചില സ്ഥലത്ത് വിഡ്രോ ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നീട് പഞ്ചാബിൽ ഉപയോഗിച്ചു, ജമ്മു കാശ്മീരിൽ ഉപയോഗിച്ചു,
ആ ആക്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആർമിക്ക് ഡയറക്റ്റ് കൺട്രോൾ കൊടുക്കുന്ന ഏർപ്പാട്. ഏതായാലും പുതുവർഷത്തിൽ വേഗം ഒരു പരിഹാരം ഇതിനൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിനെ ആ വയലൻസിനെ ഫാൻ ചെയ്ത് കാറ്റടിച്ച് വലുതാക്കാൻ ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ നരേറ്റീവ് ഇപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്നത് തീരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.